നമസ്കാരം. ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും ചേർന്ന് ഒരു സന്യാസിക്ക് നേരെ ഗൂഢാലോചന നടത്തുന്നു. സന്യാസി ആക്രമിക്കുന്നു. ആക്രമിക്കപ്പെട്ട സന്യാസിക്ക് നേരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വഷളം ചിരി ചിരിച്ചു. അത് ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടതിൻ്റെ ഒരു ചിരി ആയിരുന്നില്ല, അതിൻ്റെ സന്തോഷമായിരുന്നില്ല, മറിച്ച് ഒരു ഹിന്ദു സന്യാസിക്ക് നേരെ അതിക്രൂരമായൊരു ആക്രമണം നടത്തിയതിൻ്റെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹവും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതായത് കേരളത്തിൽ ഒരു സന്യാസിക്ക് നേരെ ആക്രമണം നേരിട്ടാൽ അതിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന ഭരണകൂടമായി മാറി കേരളം. മറിച്ച് ഇത് മറ്റെവിടെയെങ്കിലുമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥര ആണ് ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടെങ്കിലോ കേരളത്തിൻ്റെ അവസ്ഥ എന്തായി തീർന്നേനെ. അത്തരത്തിൽ അതിക്രൂരമായ ആക്രമണം നേരിട്ട ആ മനുഷ്യനെ പച്ചയ്ക്ക് വലിച്ചു കീറുകയായിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം, കേരളത്തിൻ്റെ മാധ്യമ സമൂഹം. ആരെങ്കിലും അന്ന് ഈ സ്വാമിയുടെ വാക്ക് കേൾക്കുവാൻ തയ്യാറായിരുന്നു ഒരു മാധ്യമം മാത്രം, തത്വമയി മാത്രമാണ് അന്ന് ആ സ്വാമിയുടെ വാക്ക് കേൾക്കാൻ തയ്യാറായത്. 23 വയസ്സായ പെണ്ണിന് നേരെ നടന്ന ഒരു ആക്രമണത്തിൽ എങ്ങനെയാണ് അതൊരു പോക്സോ കേസായി മാറിയത്? ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. കയറി പിടിക്കുന്ന ഒരുവളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് സ്വയരക്ഷയ്ക്ക് പീഡകൻ്റെ ലിംഗം തന്നെ കൃത്യമായി മുറിച്ചെടുക്കുന്നതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്തായിരിക്കും? ഇതൊന്നും കേരളം അന്ന് ചർച്ച ചെയ്തില്ല. മറിച്ച് ആ പെൺകുട്ടി പറഞ്ഞ പച്ചക്കള്ളം തൊണ്ട തൊടാതെ വിഴുങ്ങുകയായിരുന്നു കേരളത്തിൻ്റെ മാധ്യമ സമൂഹവും കേരളത്തിൻ്റെ സാംസ്കാരിക ലോകവും. ഇതിനെ സാംസ്കാരിക ലോകം എന്ന് എങ്ങനെയാണ് വിളിക്കുക എന്നതിൽ പോലും സംശയം തോന്നുന്നുണ്ട്. കാരണം അത്രയേറെ ക്രൂരവും മൃഗീയവുമായിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞ പച്ചക്കള്ളം തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ആ സന്യാസിക്ക് നേരെ നിരന്തരമായിട്ടുള്ള ഒരു ആക്രമണം തന്നെ കേരളത്തിൻ്റെ മാധ്യമ ലോകം, കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം സംഘടിപ്പിച്ചത്. അതിനുശേഷം DYFI നടത്തിയ ചില നരനായാട്ടുണ്ട്. സന്യാസിമാരെ എവിടെ കണ്ടാലും കയറി ചെല്ലുക, അവിടെ നിന്നു ശേഷം അവരുടെ ജട മുറിച്ചു മാറ്റുക, അവരുടെ താടി പിടിച്ച് ഷേവ് ചെയ്യുക, ഇങ്ങനെയുള്ള നിരന്തരമായ കുറ്റകൃത്യം. അതിനുശേഷം മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് പലപ്പോഴും വാ തോരാതെ സംസാരിക്കുമ്പോൾ, അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ കേരളത്തിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ മോബ് ലിഞ്ചിങ് ആയിരുന്നു. വളരെ ഗൂഢമായിട്ടുള്ള, വളരെ ആസൂത്രിതമായ ശ്രമം തന്നെയായിരുന്നു അന്ന് സന്യാസിമാർക്കെതിരെ നടത്തിയത്. കേരളത്തിലെ എല്ലാ സന്യാസി വര്യന്മാർക്കു നേരെയും നിരന്തരം ഇവർ ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു. ആർത്തവ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പനെ വരയ്ക്കുവാൻ മടി കാട്ടാത്ത ഇവരിൽ നിന്ന് സരസ്വതി ദേവിയെ നഗ്നയായി ചിത്രീകരിച്ച ഒരു പെയിൻറ്റർക്ക്, ഒരു ചിത്രകാരന് അവാർഡ് കൊടുക്കുവാൻ തയ്യാറായ ഒരു ഭരണ നേതൃത്വത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും ഹിന്ദു സമൂഹം പ്രതീക്ഷിക്കേണ്ടതില്ല. രാജാ രവിവർമ്മ പുരസ്കാരമാണ് അന്ന് ആ ചിത്രകാരൻ്റെ പേര് പറയാൻ പോലും ലജ്ജ തോന്നുന്നു. MF ഹുസൈൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പോലും ലജ്ജ തോന്നുന്നു. അത്തരത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് അന്ന് ഈ കേരളത്തിൻ്റെ മാലോകരെല്ലാം കണ്ടു നിന്നത്. അതൊരു സന്യാസിക്ക് നേരെ ഒരു രീതിയിലുള്ള പ്രകോപനവും ഇല്ലാതെയായിരുന്നു കാമുകനും പെൺകുട്ടിയും ആ ആക്രമണം നടത്തിയത്. അതായത് കാമുകനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇഷ്ടമല്ലാതിരുന്നതിനെ തുടർന്ന് ഈ വീട്ടുകാർ നേരെ ചെന്ന് ഈ സ്വാമിയെ കാണുകയും സ്വാമി നേരെ ഈ പെൺകുട്ടിയെ ഉപദേശിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയതായിരുന്നു. അങ്ങനെ ഉപദേശിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ ഈ കാമുകൻ നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരം ഈ സന്യാസിയുടെ ലിംഗം ഛേദിക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ലിംഗം ഛേദിക്കാൻ വളരെ ആസൂത്രിതമായിട്ട് വളരെ ശക്തമായൊരു ശ്രമം തന്നെയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. തീർച്ചയായും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു ഗൂഢാലോചനകൾ നടന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരുന്നു. കാരണം അതിനുശേഷം കേരള സമൂഹത്തിൽ നടന്ന ഒരു മതം മാറ്റം, ഒരു പരിവർത്തനം നമുക്ക് വളരെ എടുത്തു പറയേണ്ട ചില വസ്തുതകൾ തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണത്തിനൊടുവിൽ നടന്ന ഇത്തരമൊരു കുറ്റകൃത്യത്തിന് നേരെ കണ്ണടയ്ക്കുക എന്നത് മാത്രമല്ല, ബാധിക്കപ്പെട്ട ആ മനുഷ്യന് നേരെ, ആ സന്യാസിക്ക് നേരെ, ആ മനുഷ്യന് നേരെ പരിഹാസച്ചിരി ചിരിക്കാനും ഇളിഭ്യച്ചിരി ചിരിക്കുവാനും മടി കാണിച്ചില്ല കേരളത്തിലെ പ്രമുഖ പാർട്ടിയായ CPMൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും. ഈ രീതിയിലാണ് കേരള സമൂഹത്തെ ഇവർ വക്രീകരിച്ച് വികലമാക്കി കാണിച്ചത്. അതായത് കേരളത്തിൽ ഒരു സന്യാസി ആക്രമിക്കപ്പെടുന്നു എന്നറിഞ്ഞ് ഇന്ത്യൻ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും ഭാരതത്തിൻ്റെ ദേശീയതയെ മുറുകെ പിടിക്കുകയും ലോകമംഗളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യന്മാർക്ക് നേരെ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇവർ നടത്തുന്നത്? തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ന്യൂനപക്ഷങ്ങളെ
സന്തോഷിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ അതിന് ഇതല്ല മാർഗം. അതിന് മറ്റു പല മാർഗങ്ങളുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഇനി അവരിൽ ഭീകരവാദികളെയാണ് നിങ്ങൾക്ക് പിന്തുണയ്ക്കാനുള്ളതെങ്കിൽ നിങ്ങളെ ഓർത്ത് കേരളം ലജ്ജിക്കുന്നു. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നതും പഹൽഗാമിലെ ഭീകരവാദികൾ ചെയ്തതും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം അവർ മതം നോക്കി ആളെ കൊന്നുവെങ്കിൽ ആക്രമിക്കപ്പെട്ട സന്യാസിയുടെ മുഖത്ത് നോക്കി ചിരിച്ചിരിച്ചതും അതേ രീതിയിൽ തന്നെയല്ലേ കേരളം കാണേണ്ടത്? ആ ഒരു രീതിയിൽ മാത്രമല്ലേ കേരളത്തിന് അവരെയും സമീപിക്കുവാൻ കഴിയുള്ളൂ. ചിന്തിക്കേണ്ടത് കേരളത്തിൻ്റെ സമൂഹമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.